നമസ്തേ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ പറഞ്ഞത് കേട്ട് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ പറഞ്ഞത് അറിഞ്ഞു കാണുമല്ലോ അല്ലേ? നമ്മുടെ മുഖ്യമന്ത്രിക്ക് പ്രസംഗവും ഗുരുവായൂർ ദേവസ്വം ബോർഡിന് സത്യവാങ്മൂലവും തയ്യാറാക്കി കൊടുക്കുന്നത് ഒരാളാണെന്ന് ഒരു സംശയം. ഭഗവാന് നടത്തുന്ന ആചാരപ്രകാരമുള്ള പൂജകളും പണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ നടത്തിയിരുന്ന കല്യാണവും ചോറൂണ് വഴിപാടും ഒരേപോലെയാണോ ദാസ? ക്ഷേത്രാചാരം മാറ്റാൻ ബോർഡിന് ദേവസ്വം ആക്ടിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഗുരുവായൂർ ദേവസ്വം നിയമത്തിൽ 10G വകുപ്പ് മാത്രം അല്ലല്ലോ സാറേ ഉള്ളത്. ആക്ടിൽ 10 എന്നത് ഭരണസമിതിയുടെ കടമകളെ പറ്റിയല്ലേ പറയുന്നത്? അതിൽ 10G എത്തുന്നതിന് മുമ്പ് 10A ഉണ്ട്. അതിങ്ങനെയാണ്: 10A subject to the custom and usage in the temple to arrange for the proper performance of the rites and ceremonies in the temple and the subordinate temples attached thereto. അതായത് ക്ഷേത്രത്തിലെ സമ്പ്രദായത്തിനും ആചാരത്തിനും വിധേയമായി ക്ഷേത്രത്തിലെയും അനുബന്ധ ക്ഷേത്രങ്ങളിലെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ശരിയായ നിർവഹണത്തിന്. അപ്പോൾ ഇതാരാ ചെയ്യേണ്ടത്? ഇനി 10B to provide facilities for the proper performance of worship by the worshippers. വിശ്വാസികൾക്ക് ആരാധന ശരിയായ രീതിയിൽ നിർവഹിക്കുന്നതിന് സൗകര്യങ്ങൾ ഒരുക്കുക. ഇതിനാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് 1000 രൂപ, 4500 രൂപയ്ക്ക് നെയ്വിളക്ക് തുടങ്ങിയവയും പൊരുത്തുകാർ വഴി ഉള്ള സൗകര്യം വേറെയും ഒരുക്കിയിരിക്കുന്നത്. ഇനി 10C to the ensure the safe custody of the funds, valuable securities and jewelry and the preservation and management of the property vested in the temple. അതായത് ക്ഷേത്രത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഫണ്ടുകൾ, വിലപിടിപ്പുള്ള ഭദ്ര നിക്ഷേപങ്ങൾ, ആഭരണങ്ങൾ എന്നിവയുടെ സുരക്ഷിതമായ കൈവശം ഉറപ്പാക്കുന്നതിനും ക്ഷേത്രത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന സ്വത്തിന്റെ സംരക്ഷണവും നടത്തിപ്പും ഉറപ്പാക്കുന്നതിനും ഇപ്പറഞ്ഞത് ഏത് വിധത്തിലാണ് നശിപ്പിക്കുന്നതെന്നും അടിച്ചു മാറ്റുന്നതെന്നുമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ പ്രേക്ഷകരോട് ആശങ്ക പങ്കുവച്ചത്. ഇനി 10D to ensure maintenance of order and discipline and proper hygiene conditions in the temple and the subordinate temples attached thereto and of proper standard of cleanliness and purity in the offerings made therein. ക്ഷേത്രത്തിലും അനുബന്ധ ക്ഷേത്രങ്ങളിലും ക്രമവും അച്ചടക്കവും ശരിയായ ശുചിത്വ സാഹചര്യങ്ങളും നിലനിർത്തുന്നതിനും അവിടെ അർപ്പിക്കുന്ന വഴിപാടുകളിൽ ശുചിത്വത്തിന്റെയും പരിശുദ്ധിയുടെയും ശരിയായ നിലവാരം ഉറപ്പാക്കുന്നതിനും. അച്ചടക്കത്തിന്റെയും ശുചിത്വത്തിന്റെയും കാര്യം പറയണ്ട. അമ്പലത്തിനുള്ളിലെ ജട്ടിപ്പുറത്തുള്ള അടി, പുലവാലായ്മയുള്ള തന്ത്രി ക്ഷേത്ര ചടങ്ങിൽ വിളക്ക് കൊളുത്തുമ്പോൾ പുലവാലായ്മയുള്ള ജീവനക്കാർ പലരും ക്ഷേത്ര ഗോപുരത്തിൽ ജോലിക്ക് വരെ നിൽക്കാറുണ്ട്. തന്ത്രിക്കില്ലാത്ത പുലവാലായ്മ ആചരണം തങ്ങൾക്കോ ബാല എന്ന് അവരും. ഇനി 10E to ensure that the funds of the endowments of the temple are spent according to the wishes as far as may be known of the donors. ഇനി 10F to make provisions for the payment of suitable emoluments to the salaried staff of the ദേവസ്വം. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് G, അതായത് 10G to do all such things as may be incidental and conducive of the efficient management of the affairs of the ദേവസ്വം and the convenience of the worshippers. ദേവസ്വത്തിന്റെ കാര്യങ്ങളുടെ കാര്യക്ഷമമായ നടത്തിപ്പിനും ഭക്തരുടെ സൗകര്യത്തിനും വേണ്ടി ആകസ്മികമായും സഹായകരവുമായേക്കാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതായത് ബാല, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരിക്കാൻ വന്നവരോട് ഒരു കാര്യം: നിങ്ങൾ ഭരിക്കാൻ വന്നത് ഒരു വ്യവസായശാലയല്ല, ഒരു ക്ഷേത്രമാണെന്ന് ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. രാഷ്ട്രീയക്കാരെ പറഞ്ഞിട്ടും പോത്തിന് വേദം ചൊല്ലിക്കൊടുത്തിട്ടും പ്രയോജനമില്ല. ഇവരെക്കാൾ വലിയ ദ്രോഹിയാണ് പണത്തിനോടുള്ള ആർത്തി മൂത്ത് ഭ്രാന്തായ ഉദ്ഘാടന പ്രിയൻ ബ്രഹ്മശ്രീക്ക്. പണ്ട് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയാവുന്നതിന് മുമ്പ് കസവ് മുണ്ടും കസവ് ജുബ്ബയും നെറ്റി നിറയെ കളഭം പൂശി അങ്ങേരെ നോട്ടീസിൽ പേര് വെച്ച് പരിപാടികൾക്ക് പോയിരുന്നത് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി എന്ന ടൈറ്റിലിൽ തന്നെയല്ലേ? ഇവറ്റകൾക്ക് എല്ലാം എന്ത് ഭഗവാൻ, എന്ത് ഭക്തർ, സ്വന്തം കാര്യം സിന്ദാബാദ്. കൃഷ്ണ ഗുരുവായൂരപ്പ.